ഓഗസ്റ്റ് 6. യേശുവിന്റെ ജീവിതത്തിലുണ്ടായ ശ്രദ്ധാർഹമായ ഒരു ദൈവിക അനുഭവം, മറുരൂപാന്തരീകരണത്തിന്റെ അനുസ്മരണമാണ് സാർവത്രിക സഭ ഇന്ന് ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും. ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വേണം വിചാരിക്കാൻ. യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനും ദൈവം തന്നെയുമായിട്ടുള്ള യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവിക അനുഭവങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗം ആയിട്ട് വേണം വിചാരിക്കാൻ. എന്നാൽ മറുരൂപാന്തരീകരണം എന്ന് പറയുന്ന ആ ദൈവിക അനുഭവം അതിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് കാണാം. അതിനെപ്പറ്റിയുള്ള സുവിശേഷങ്ങളിലുള്ള വിവരണം അനുസരിച്ച് യേശു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. മലയിൽ ഉചിതമായ ഒരു സ്ഥാനത്ത് ശിഷ്യന്മാരിൽ മഹാഭൂരിപക്ഷത്തെയും അവിടെ ആക്കിയതിനു ശേഷം അവരിൽ നിന്ന് 3 പേരെ മാത്രം തിരഞ്ഞെടുക്കുകയും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെയും കൂട്ടി ആ മലയുടെ നെറുകയിലേക്ക് യേശു നടന്നു പോവുകയാണ്. നെറുകയിലെത്തി അവിടെ വെച്ചാണ് ഈ പ്രത്യേക ദൈവിക അനുഭവം സംജാതമാകുന്നത്. ഈ ദൈവിക അനുഭവം സുവിശേഷത്തിൽ പറയുന്നത് ഉയർന്നൊരു മലയിലേക്ക് പോവുകയും അവിടെ വെച്ച് ആണ് സംഭവിച്ചത് എന്നാണ് വിവരണം. ഈ ഉയർന്ന മല സഭയുടെ പരമ്പരാഗതമായിട്ടുള്ള ഇന്നത്തെ വിശ്വാസമനുസരിച്ച് വിശുദ്ധ നാട്ടിലുള്ള താബോർ മലയാണ് എന്നാണ് പരക്കെ ഉള്ള വിശ്വാസം. കാരണം ഈ താബോർ മലയുടെ മുകളിലാണ് ഈ ദൈവിക അനുഭവം യഥാർത്ഥത്തിൽ ആസ്വദിച്ചും അനുഭവിച്ചും കഴിഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് ശിഷ്യപ്രമുഖനായ പത്രോസ് ഉദീരണം ചെയ്തത് 3 കൂടാരങ്ങൾ ഞാനിവിടെ നിർമ്മിക്കും. ഒന്ന് നിനക്ക്, ഒന്ന് മോസസിന്, മറ്റൊന്ന് ഏലിയായ്ക്ക്. ഈ വാക്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള 3 കൂടാരങ്ങൾ ഇന്ന് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഈ താബോർ മലയുടെ മുകളിലാണ്. അതുതന്നെയായിരിക്കണം വിശുദ്ധ നാട്ടിലുള്ള ഏറ്റവും ഉയരം കൂടിയ മലയും. അതിലേക്ക് കയറിപ്പോകുന്നതിനും ഈ 3 കൂടാരങ്ങൾ ശരിക്ക് നോക്കിക്കാണുന്നതിനും അവിടെ അല്പസമയമൊക്കെ ഒരു പ്രത്യേക അനുഭൂതി വിശേഷത്തിൽ ചെലവഴിക്കുന്നതിനും എനിക്ക് ഇടവന്നത് ഞാൻ ഓർക്കുന്നു. പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ കൂടെ നമുക്ക് ആ മലമുകളിലേക്ക് എത്തിപ്പെടാൻ സൗകര്യം ഇന്ന് വിശുദ്ധ നാട്ടിലുണ്ട്. അവിടെ ആ താബോർ മലയിൽ വെച്ച് ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം ശിഷ്യന്മാരുടെ ജീവിതത്തിലെ താൽക്കാലികമായിട്ട് ആണെങ്കിലും വലിയ ഒരു വ്യത്യാസം ജീവിതത്തെ സമൂലം സ്പർശിക്കുന്നതായിട്ട് കാണാം. ആ സ്പർശിച്ചുകൊണ്ട് പത്രോസ് പറയുന്നു, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു. ഈ ഒരു അനുഭവമാണ് പത്രോസിനുണ്ടാകുന്നത്. ദൈവിക അനുഭവത്തിൽ കഴിയാനിടവരുന്ന പത്രോസിനുണ്ടായ അനുഭവമാണ് അവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു. മനഃശാസ്ത്ര സങ്കേതത്തിലൂടെ ഇത്തരം അനുഭവങ്ങളെ വ്യാഖ്യാനിക്കുക പീക്ക് ലെവൽ എക്സ്പീരിയൻസ് എന്ന സങ്കേതം കൊണ്ടാണ്. അനുഭവങ്ങള് തീവ്രമാകുമ്പോൾ അനുഭൂതി വിശേഷമായിട്ട് തീരും. അനുഭൂതി വിശേഷത്തിലും തീവ്രത അനുഭവിച്ചു വരുമ്പോൾ അത് നിർവൃതിദായകമാകും. അങ്ങനെ നിർവൃതിദായകമായിട്ടുള്ള അനുഭവങ്ങളെയാണ് പീക്ക് ലെവൽ എക്സ്പീരിയൻസ് എന്ന് ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടെ ഇന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നത്. ഈ പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ജീവിതത്തിൽ തെറപ്യൂട്ടിക് കൂടിയാകുമെന്നാണ് ശാസ്ത്രം ഇന്ന് പറയുന്നത്. ആ തെറപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് സൗഖ്യദായകമായിട്ടുള്ളൊരു ശക്തി പോലും ഈ അനുഭവം പ്രദാനം ചെയ്യുമെന്നർത്ഥം. ജീവിതത്തിലെ സമൂലം ഒരു പരിവർത്തനം ചിന്താരീതിയിലും മനനത്തിലും ജീവിത വ്യാപാരങ്ങളിലും ഒക്കെ ആ പരിവർത്തനം നിഴലിക്കത്തക്ക വിധത്തിലെ സമ്പൂർണമായിട്ടുള്ള പരിവർത്തനം വ്യക്തികളിൽ ഉണ്ടാക്കാൻ പോരുന്നതാണ് ഇത്തരം ആഴത്തിലുള്ള അനുഭവങ്ങളും അനുഭൂതികളും അതിൽ നിന്നുണ്ടാകുന്ന നിർവൃതിയുടേതായിട്ടുള്ള നിമിഷങ്ങളും. അതുകൊണ്ടുകൂടി ആയിരിക്കണം പത്രോസ് എല്ലാം മറന്നുകൊണ്ട് പറയാനിടവരുന്നത് ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് നല്ലതാകുന്നു എന്ന്.
ഇത്തരം അനുഭവങ്ങള് ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക്, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരണം. മറുരൂപാന്തരീകരണപ്പെടണം എന്നല്ല ഇതിന്റെ അർത്ഥം. ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിലുള്ള ആശ്രയബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രമായിട്ടുള്ള അനുഭവങ്ങളും അനുഭൂതികളും നിർവൃതിദായകമായിട്ടുള്ള നിമിഷങ്ങളും വ്യക്തികളിൽ സംജാതമാകാൻ ഇടവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ചിന്താരീതിയിലും മനന പ്രക്രിയയിലും വ്യാപാരങ്ങളിലും ഒക്കെ ഒരു പ്രത്യേക ശാന്തതയും പ്രത്യേക സ്വസ്ഥതയും പ്രത്യേക ശാലീനതയും പ്രത്യേകിച്ച് ഒരു ആനന്ദവും അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. ഇത് ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏർപ്പെടാൻ ഇടവന്നിട്ടുള്ള വിശുദ്ധാത്മാക്കളുടെ പല ജീവിതങ്ങളിലും ഇത്തരം അനുഭവങ്ങൾക്ക് അവർ സാക്ഷികളാണ്. അതുകൊണ്ട് ദൈവിക അനുഭവത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ അനുസ്മരണം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ബന്ധപ്പെടുകയും ചെയ്യുന്ന നമുക്കും അത്തരത്തിലോ അതിനോടനുബന്ധിച്ചുള്ള അനുഭവങ്ങള് ഉണ്ടാകാൻ ഇടവരാവുന്ന ആ ബന്ധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതത്തിലെ വലിയ വ്യത്യാസങ്ങള്, ചിന്താരീതിയിൽ വ്യത്യാസങ്ങള്, നമ്മുടെ മനനത്തിൽ വ്യത്യാസങ്ങള്, നമ്മുടെ വ്യാപാരങ്ങളിൽ വ്യത്യാസങ്ങളിൽ, വ്യക്തിയിൽ തന്നെ സമൂല പരിവർത്തനം വരുത്താൻ ഇടയാകുന്ന സംഭവങ്ങളായിട്ട് അത് മാറുന്നതായിട്ട് കാണാം. നമുക്ക് ഇന്ന് അതിനുള്ള ആഗ്രഹവും ആ ഉചിതമായിട്ടുള്ള ജീവിതശൈലിയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ ഇടവരാൻ തമ്പുരാനോട് തന്നെ, യേശുവിനോട് തന്നെ കൂടുതൽ ബന്ധപ്പെടാൻ നമുക്ക് ഇടവരട്ടെ.